വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി ഗോപൻ. കേരളത്തിൽ ബിജെപിക്ക് പുതിയ ആസ്ഥാനം. ബിജെപി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉദ്ഘാടനം ചെയ്തു. ഓഫീസിലെത്തി പതാക ഉയർത്തിയ അമിത് ഷാ ഓഫീസിന് മുന്നിൽ വൃക്ഷത്തൈ നട്ടു. തുടർന്ന് നാടമുറിച്ച് കെട്ടിടത്തിൽ പ്രവേശിച്ച് വിളക്ക് കൊളുത്തി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ഓഫീസിന്റെ നടുത്തളത്തിൽ സ്ഥാപിച്ച മുൻ സംസ്ഥാന അധ്യക്ഷൻ KG മാരാരുടെ അർദ്ധകായ വെങ്കല പ്രതിമയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അനാച്ഛാദനം ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം ബിജെപി സംസ്ഥാന നേതൃയോഗത്തിലും അമിത് ഷാ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളാണ് ചർച്ച ചെയ്തത്. പുത്തിരിക്കണ്ട മൈതാനിൽ നടക്കുന്ന വാർഡ് തല നേതൃസംഗമത്തോടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള പോരാട്ടം ബിജെപി ആരംഭിക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രസ്താവിച്ചു. കേരളത്തിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നതായും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലടക്കം സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥ മൂലം സംഭവിക്കുന്ന വീഴ്ചകൾ ബിജെപി ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നും ബിജെപി അധ്യക്ഷൻ പറഞ്ഞു. ആലപ്പുഴയിൽ സ്കൂൾ വിദ്യാർത്ഥിയോട് സ്വകാര്യ ബസിന്റെ ക്രൂരത. വിദ്യാർത്ഥിനി ഇറങ്ങും മുമ്പ് ബസ് അമിത വേഗത്തിൽ മുന്നോട്ടെടുത്തു. വലിയ ചൂടുകാട് സ്വദേശി ദേവി കൃഷ്ണയ്ക്കാണ് പരിക്കേറ്റത്. ഫുട്ബോളിൽ നിന്ന് വീണ് വൈദ്യുത പോസ്റ്റിൽ തലയിടിച്ച വിദ്യാർത്ഥിനിക്ക് ഗുരുതര പരിക്കേറ്റു. ആവശ്യപ്പെട്ട സ്റ്റോപ്പിൽ നിർത്താതെ പോയത് ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് വൈരാഗ്യ നടപടി. പുന്നപ്ര കോഓപ്പറേറ്റീവ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനിയാണ് ദേവി കൃഷ്ണ. തുടർ ചികിത്സയ്ക്കായി വിദ്യാർത്ഥിനിയെ ന്യൂറോ സർജനെ കാണിക്കേണ്ടതുണ്ട്. എറണാകുളം അമൃത ആശുപത്രിയിലേക്ക് കുട്ടിയെ മാറ്റി. സംഭവത്തിൽ ആലപ്പുഴയിൽ സർവീസ് നടത്തുന്ന അല്ലമീൻ ബസിനെതിരെ പോലീസ് കേസെടുത്തു. വനിതാ കണ്ടക്ടറെ സസ്പെൻഡ് ചെയ്ത് KSRTC. ഡ്രൈവറുമായി അവിഹിത ബന്ധമുണ്ടെന്ന പരാതിയിൽ വനിതാ കണ്ടക്ടറെ സസ്പെൻഡ് ചെയ്ത് KSRTCയിൽ വിവാദ ഉത്തരവ്. അവിഹിത ബന്ധ ആരോപണം വിവരിച്ചെഴുതിയ സസ്പെൻഷൻ ഉത്തരവ് കണ്ടക്ടറെ അപമാനിക്കുന്നതെന്നാണ് ജീവനക്കാരുടെ ആക്ഷേപം. ബസ് ഓടിക്കുന്നതിനിടെ ഡ്രൈവറും കണ്ടക്ടറും തമ്മിലുള്ള സംസാരത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ തെളിവായി എടുത്താണ് KSRTC നടപടിയെടുത്തത്. പല അച്ചടക്ക നടപടികളും ഉത്തരവുകളും കണ്ട KSRTCയിൽ ഇതൊരു വിചിത്ര ഉത്തരവാണ്. കൊല്ലത്തെ വനിതാ കണ്ടക്ടറാണ് നടപടി നേരിട്ടത്. ഡ്രൈവറുടെ ശ്രദ്ധ തെറ്റിക്കുന്ന രീതിയിൽ പെരുമാറിയെന്ന് കണ്ടെത്തിയാണ് സസ്പെൻഷൻ. പക്ഷേ അതിലേക്ക് എത്തിയ അവിഹിത ബന്ധ ആരോപണം വിവരിച്ചെഴുതിയ KSRTC വിജിലൻസ് വിഭാഗം എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ ഉത്തരവാണ് വിവാദത്തിലായത്. ബിജെപി ഭാരവാഹി പട്ടികയിൽ അതൃപ്തിയുമായി നേതാക്കൾ. ബിജെപി സംസ്ഥാന ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചു. MD രമേശ്, ശോഭ സുരേന്ദ്രൻ, S സുരേഷ്, അനൂപ് ആന്റണി എന്നിവർ ജനറൽ സെക്രട്ടറിമാരാകും. ഷോൺ ജോർജ്, മുൻ IPS ഉദ്യോഗസ്ഥ R ശ്രീലേഖ തുടങ്ങിയവർ വൈസ് പ്രസിഡന്റുമാരാണ്. V മുരളീധരൻ പക്ഷത്തെ വെട്ടിയൊതുക്കിക്കൊണ്ടാണ് പുതിയ ഭാരവാഹി പട്ടിക എന്നത് ഏറെ ശ്രദ്ധേയമാണ്. രാജീവ് ചന്ദ്രശേഖർ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായി വന്ന ശേഷം ഈ അടുത്ത് ബിജെപിയിൽ ഉരുത്തിരിഞ്ഞ സമവാക്യങ്ങൾ PK കൃഷ്ണദാസ് പക്ഷത്തിന് അനുകൂലമാണെന്ന് പരക്കെ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. തൃശൂരിൽ ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിൽ V മുരളീധരനെയും K സുരേന്ദ്രനെയും ക്ഷണിക്കാത്തതും പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മുരളീധരൻ പക്ഷത്തെ വെട്ടിയൊതുക്കിക്കൊണ്ടുള്ള ഒരു ഭാരവാഹി പട്ടിക പുറത്തെത്തിയിരിക്കുന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിനായി 1 കോടി രൂപ നൽകുമെന്ന് ബോബി ചെമ്മണ്ണൂർ. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ രക്ഷാപ്രവർത്തന ഫണ്ടിലേക്ക് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി 1 കോടി നൽകാൻ തീരുമാനിച്ചതായി വ്യവസായി ബോബി ചെമ്മണ്ണൂർ. അബുദാബിയിലെ സുഹൃത്ത് അബ്ദുൾ റൌഫുമായി ചേർന്നുകൊണ്ടാണ് നിമിഷപ്രിയയെ ഇവിടെ എത്തിക്കാനുള്ള ശ്രമം തുടരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. യമനിലുള്ള ഗ്രാമത്തലവനുമായി ഇത് സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവരിൽ വിശ്വസിച്ചാണ് 1 കോടി നൽകാമെന്ന് പറഞ്ഞത്. 34 കോടി ചോദിച്ചപ്പോൾ 44 കോടി നൽകിയ മലയാളികൾ ബാക്കി പൈസ തരുമെന്നാണ് വിശ്വാസമെന്നും അദ്ദേഹം പറഞ്ഞു. കായിക ലോകം. ISL അനിശ്ചിതത്വത്തിൽ. പുതിയ സീസൺ ഉടൻ തുടങ്ങില്ല. ഇന്ത്യൻ സൂപ്പർ ലീഗ് നടത്തിപ്പിൽ അനിശ്ചിതത്വം. പുതിയ സീസൺ ഉടൻ തുടങ്ങില്ലെന്ന് ടൂർണമെന്റ് നടത്തിപ്പുകാരായ ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് അറിയിച്ചു. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനും ടീമുകൾക്കും കത്ത് നൽകി. അനിശ്ചിതകാലത്തേക്ക് മാറ്റുന്നുവെന്നാണ് കത്തിലുള്ളത്. സെപ്റ്റംബറിലാണ് പുതിയ സീസൺ തുടങ്ങേണ്ടിയിരുന്നത്. കരാറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ടൂർണമെന്റ് നടത്തിപ്പ് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ലാഭവിഹിതം എങ്ങനെ വീതിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങളിൽ തർക്കം നിലനിന്നിരുന്നു. ഇത് സംബന്ധിച്ച് നാളുകളായി ചർച്ചകൾ നടന്നു വരികയായിരുന്നു. ഇതാണ് ISL വൈകാൻ കാരണമായത്. സീസൺ എപ്പോൾ തുടങ്ങാൻ കഴിയുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. സോയാബീന്റെ ആരോഗ്യ ഗുണങ്ങൾ. സോയാബീൻ പോഷക ഗുണങ്ങൾ അടങ്ങിയ ഭക്ഷണമാണ്.
ഇതിൽ പ്രോട്ടീൻ, നാരുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവയും അടങ്ങിയിട്ടുണ്ട്. സോയാബീനിൽ ഉയർന്ന അളവിലുള്ള പ്രോട്ടീൻ ശരീരത്തിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും സഹായിക്കും. ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സോയാബീൻ കഴിക്കുന്നത് സ്തനാർബുദ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ്. മുടിയുടെയും ചർമ്മത്തിന്റെയും ആരോഗ്യത്തിനും സോയാബീൻ ഗുണകരമാണ്. ഇതിലടങ്ങിയ കാൽഷ്യം, മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കൾ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് പ്രധാനമാണ്. തേർഡ് വിഷന്റെ ഇന്നത്തെ വാർത്തകളുടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.